എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. 9ാം ഉത്സവമായ ഇന്ന് നടക്കുന്ന വേലകളി കാണുവാനും അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനുമാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിന് സമീപമുള്ള ചിറക്കടവിലാണ് ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശങ്കരനാരായണ മൂർത്തിഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഉപദേവതകളായി പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. ശബരിമല ശ്രീ അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനീയനായിട്ടാണ് ചിറക്കടവ് മഹാദേവനെ കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ചിറക്കടവിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ എരുമേലിയിൽ പേട്ട തുള്ളുക പതിവില്ല. അയ്യപ്പസ്വാമി ചിറക്കടവിൽ ആയോധന മുറകൾ അഭ്യസിച്ചിരുന്നതായും ഐതിഹ്യങ്ങളുണ്ട്. ചിറക്കടവിൽ നടക്കുന്ന വേലകളിക്ക് ഇതുമായി അത്തരത്തിൽ ഒരു ബന്ധവുമുണ്ട്. ആൾവാർ വംശാധിപത്യ കാലത്ത് ചന്ദ്രശേഖര ആൾവാർ എന്ന രാജാവാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവ് ആൾവാർ രാജവംശത്തെ തുരത്തി ചിറക്കടവിനെ അധീനതയിലാക്കി. പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പകശ്ശേരി രാജാവിനെ പരാജയപ്പെടുത്തി തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കി. ചെമ്പകശ്ശേരി രാജാവിൻ്റെ അധീനതയിലായിരുന്ന ഈ പ്രദേശത്തെ കീഴ്പ്പെടുത്തുവാൻ മാർത്താണ്ഡവർമ്മയ്ക്ക് സഹായം നൽകിയത് ചെങ്ങന്നൂർ വഞ്ഞിപ്പുഴ തമ്പുരാനാണ്. പ്രത്യുപകാരമായി ചിറക്കടവ്, ചെറുവള്ളി, പെരുവന്താനം എന്നീ 3 പ്രദേശങ്ങൾ കരമൊഴിവായി വഞ്ഞിപ്പുഴ തമ്പുരാൻ ലഭിച്ചു. പിന്നീട് കേരളപ്പിറവിയോടെ ഈ അവകാശങ്ങൾ പൂർണ്ണമായി സർക്കാരിൽ വന്നു ചേരുകയും ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റേതായി മാറുകയും ചെയ്തു. വഞ്ഞിപ്പുഴ തമ്പുരാൻ ചിറക്കടവ്, ചെറുവള്ളി, പെരുവന്താനം എന്നീ ക്ഷേത്രങ്ങളുടെ ആധിപത്യം വഹിച്ച് ചിറക്കടവിൽ താമസമാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കായി ഒരു നായർ പട്ടാളത്തെ രൂപവത്കരിക്കാൻ തീരുമാനിച്ചു. അന്നത്തെ നാട്ടുപ്രമാണികളായിരുന്ന കാമനാമഠം പണിക്കർ, മാലമല കൈമൾ എന്നിവരെ വിളിച്ചുകൂട്ടി സമർത്ഥന്മാരായ യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആയോധന വിദ്യ അഭ്യസിപ്പിച്ചു. കാലാന്തരത്തിൽ തമ്പുരാന്റെ പ്രതാപം കുറയുകയും സംഘത്തെ എന്തു ചെയ്യണമെന്ന് നാട്ടുപ്രമാണികളുമായി ആലോചിച്ച് ക്ഷേത്രോത്സവത്തിന് ചിറക്കടവ് മഹാദേവന്റെ അംഗരക്ഷകരായി നിയോഗിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് സംഘത്തിൻ്റെ അംഗസംഖ്യ അനുസരിച്ച് 2 ഭാഗങ്ങളായി തിരിച്ച് ഇതൊരു ക്ഷേത്രകലയായി രൂപപ്പെടുത്താനും തീരുമാനിച്ചു. മാലമല കൈമളുടെ ഭാഗത്തിന് തെക്കും ഭാഗം എന്നും കാമനമഠം പണിക്കരുടെ വിഭാഗത്തിന് വടക്കും ഭാഗം എന്നും നാമകരണം ചെയ്തു. ഇന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങാണ് വേലകളി. അത്തരത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പ്രധാന അനുഷ്ഠാന കലയായി വേലകളി മാറി. സാധാരണയായി ഉത്സവ സമയത്താണ് വേലകളി അവതരിപ്പിക്കുക. മധ്യകാലഘട്ടത്തിലെ നായർ ഭടന്മാരുടെ വേഷവും നിറപ്പകിട്ടാർന്ന തലപ്പാവും അണിഞ്ഞ കലാകാരന്മാർ വേഗത്തിൽ ചുവടുവയ്ക്കുകയും മെയ്വഴക്കത്തോടെ വാദ്യസംഗീതത്തിന് ഒപ്പിച്ച് വാൾ വീശുകയും ചെയ്യുന്നു. മദ്ദളം, ഇലത്താളം, കൊമ്പ്, കുഴൽ എന്നിവയാണ് അകമ്പടി വാദ്യങ്ങൾ. അമ്പലപ്പുഴയിലാണ് ശരിക്കും വേലകളിയുടെ ഉത്ഭവം. മാത്തൂർ പണിക്കർ എന്ന ചെമ്പകശ്ശേരി പടയുടെ പടനായകനാണ് ഭടന്മാരുടെയും ജനങ്ങളുടെയും പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുന്നതിനായി ഈ കലാരൂപം ആവിഷ്കരിച്ചത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വർഷം തോറും നടക്കുന്ന ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ഇനമാണ് വേലകളി. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വേലകളുടെ ഒരു പ്രത്യേകത കുട്ടികളാണ് ഇവിടെ വേലകളി അഭ്യസിക്കുന്നത് എന്നതാണ്. ചിറക്കടവ് മഹാദേവന്റെ തിരുവുത്സവത്തോടനുബന്ധിച്ച് 7ാം ഉത്സവത്തിന് തെക്കും ഭാഗത്തുള്ള വേലകളി സംഘവും 8ാം ഉത്സവത്തിൻ്റെ അന്ന് വടക്കും ഭാഗത്തുള്ള വേലകളി സംഘവും അരങ്ങേറുന്നു. 9ഉം 10ഉം ഉത്സവങ്ങളായ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും 2 സംഘങ്ങളും ചേർന്ന് കൂടിവേല നടത്തുന്നു. ശ്രീ മഹാദേവന്റെ ആറാട്ടുകടവിൽ അവതരിപ്പിക്കുന്ന ഈ മനോഹരമായ വേലകളി ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കളിക്കാർ കുളിച്ച് നെറ്റിയിലും കയ്യിലും ചന്ദനക്കുറി ചാർത്തി കരിയെഴുതി കണ്ണിമകൾ കറുപ്പിക്കും. കടകം, കേയൂരം എന്നീ കയ്യാഭരണങ്ങൾ ചാർത്തും. പളുങ്കുമണികൾ കോർത്ത് കെട്ടിയ കൊരലാരം മാർത്ത് ചാർത്തും. പിന്നെ തലപ്പാവും ഉടുവസ്ത്രവും ധരിക്കുന്നു. അരയും തലയും മുറുക്കുക എന്നാണ് ഇതിന് പറയുന്നത്. ചുവന്ന തുണി കൊണ്ട് തലപ്പാവ് കെട്ടും. കസവ് റിബൺ കൊണ്ട് ഇത് കെട്ടിമുറുക്കും. വീതിയുള്ള വെള്ളവസ്ത്രം ഉടുത്തിട്ട് വെള്ളിക്കുമിളകളും പുള്ളികളും വെച്ചുപിടിപ്പിച്ചതും വീതി കുറഞ്ഞ ഒരു ചുവന്ന വസ്ത്രം അതിനു മുകളിൽ കെട്ടി കറുപ്പ് കച്ച കൊണ്ട് മുറുക്കുന്നു. ഇടതു കൈയിൽ പരിചയും വലതു കൈയിൽ
ചുരികയുമാണ് പിടിക്കാറ്. താളത്തിനൊത്താണ് വേലകളി നടക്കുക. പല യുദ്ധമുറകളും ഇതിൽ ഉണ്ടാവും. അതിയായ അർപ്പണവും തുടർച്ചയായ പരിശീലനവും ഈ കലാരൂപത്തിന് ആവശ്യമാണ്. കളരിപ്പയറ്റിൽ നിന്ന് വ്യത്യസ്തമായി വേലകളി കൂട്ടപ്പയറ്റായതിനാൽ വേലകളിയുടെ ചുവടുകളിൽ വ്യത്യാസമുണ്ട്. വൈവിധ്യമാർന്ന ചുവടുകളും അടവുകളും കൊണ്ട് ഹൃദ്യമാണ് വേലകളി. ആയം ചാട്ടം, അരയൽ നീക്കം തുടങ്ങിയ ചുവടുകളാണ് ഉപയോഗിക്കുന്നത്. കളിക്കാരുടെ നീക്കവും ആക്രമണ രീതിയും എതിർപക്ഷം അറിയാതിരിക്കാൻ വാദ്യമേളങ്ങളിലൂടെയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയാണ് അഭ്യസനത്തിന് തിരഞ്ഞെടുക്കുന്നത്. വർഷകാലത്താണ് പരിശീലനം ആരംഭിക്കുന്നത്. തിരഞ്ഞെടുത്തവരെ കച്ചകെട്ടി ചൂടുകൾ പഠിപ്പിക്കുകയും മെയ്വഴക്കം സിദ്ധിക്കുവാൻ എണ്ണയിട്ട് തിരുമുകയും ചെയ്യുന്നു. അതിലൂടെ കാല്, കൈ, മെയ് ഇവകൾക്ക് നല്ല അയവ് വരികയും ഏതു രീതിയിലും ശരീരത്തെ ചലിപ്പിക്കുവാൻ നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യുന്നു. ചിറക്കടവിൻ്റെ നാഥനായ മഹാദേവൻ്റെ മുന്നിൽ ഇന്ന് കൂടിവേലയാണ് നടക്കുന്നത്. 9ാം ദിവസമായ ഇന്ന് ആദ്യം തെക്കും ഭാഗവും അതിനുശേഷം വടക്കും ഭാഗവും ഭഗവാന്റെ തിരുമുന്നിൽ കുളത്തിൻ്റെ കരയിലായി വേലകളി നടത്തുന്നു. അതിനുശേഷം 2 കൂട്ടരും ഒന്നിച്ചു ചേർന്ന് കൂടിവേലയും നടത്തുന്നു. പിന്നീട് അവിടെ നിന്ന് മുന്നോട്ടേക്ക് വന്ന് ഭഗവാന്റെ തിരുനടയ്ക്ക് മുന്നിൽ ഗോപുരത്തിന് താഴെയായി ആനപ്പുറത്തെഴുന്നള്ളി നിൽക്കുന്ന ഭഗവാന്റെ മുന്നിൽ ഇരുകൂട്ടരും വീണ്ടും വേലകളി നടത്തുന്നു.
ആനയോടും അമ്പാരിയോടും കൂടി എഴുന്നള്ളി നിൽക്കുന്ന ഭഗവാന് മുന്നിൽ വേലകളിയും കോൽക്കളിയും ഒക്കെ നടത്തി കുട്ടികൾ പിരിഞ്ഞു പോകുന്നു. ഇത്ര മനോഹരമായി ഈ വേലകളി അവതരിപ്പിച്ച തെക്കും ഭാഗത്തെയും വടക്കും ഭാഗത്തെയും കുട്ടികൾക്കും അവരുടെ ആശാന്മാർക്കും അതിന് സഹായം ചെയ്തു കൊടുത്ത എല്ലാ നല്ലവരായ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ മഹോത്സവത്തെ ഇത്ര ഭംഗിയായി നടത്തുന്ന ഇതിൻ്റെ കമ്മിറ്റിക്കാർക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ആവോളം ഉണ്ടാവട്ടെ എന്ന ആശംസയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.